സോ ഗൈസ്, അപ്പോൾ എൻ്റെ 5 ബാഡ് ഹാബിറ്റ്സും അത് ഞാൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് ഞാൻ സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന കുറച്ച് കമൻറ്റുകൾ വായിക്കാനിടയായി. അപ്പോൾ അതിലെ കമൻറ്റ്സ് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ടൊന്ന് ഹിറ്റ് ചെയ്തു കേട്ടോ. ആ കമൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഒന്നാമത്തേത്, ഷീ ഈസ് ലീവിങ് എവറി ഗേൾസ് ഡ്രീം ലൈഫ്. വൃന്ദ അർജുൻ, ആ പേര് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ആൻഡ് ദിസ് കമൻറ്റ്, റിയലി പ്രൗഡ് ഓഫ് യു ചേച്ചിക്കുട്ടി. വെറുതെ വീട്ടിലിരിക്കുന്ന, അടുക്കളയും വീടും വീട്ടുകാര്യങ്ങളും മാത്രമായി ജീവിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺജീവിതങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. സ്വപ്നം കാണാൻ അറിയാത്ത ജീവിതം ശൂന്യമാണ്. എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ല. അങ്ങനെ പോകും, ഒരു സൈക്കിള് പോലെ. ഇനിയുണ്ട് കേട്ടോ ഇതുപോലത്തെ കമൻസുകൾ. അപ്പോൾ ആദ്യം ഞാനിത് വായിച്ച സമയത്ത് ആദ്യത്തെ 2 കമൻറ്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുപോലത്തെ കുറേ കമൻറ്റ്സ് ആയിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഒരു ജീവിതം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആയിട്ടൊരു ഇൻസ്പയർ ആകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. ആൻഡ് ഇപ്പോൾ ഈ വായിച്ച ലാസ്റ്റത്തെ ഒരു കമൻറ്റ് പറയുമ്പോൾ എനിക്കത് വായിച്ചപ്പോൾ കുറച്ച് സങ്കടമായിട്ടോ. കാരണം അവർക്ക് ഇൻസ്പിറേഷനാണ്, പ്ലസ് അവർക്ക് അതിനെ കൊണ്ട് പറ്റണില്ല എന്ന് ആലോചിക്കുമ്പോൾ, അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ സക്സസ്ഫുൾ ആണ് അങ്ങനെയൊന്നും ഉള്ള ഇത് എനിക്കില്ല കേട്ടോ മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സക്സസ് ആയി എന്നുള്ളതല്ല, ഇന്നലത്തെ എൻ്റെ ആ ഒരു ഗ്രാഫ്, അല്ലെങ്കിൽ 1 ഇയർ ബാക്ക് എൻ്റെ എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രോത്ത്, അതിൽ നിന്ന് ഞാൻ ഇന്ന് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ അതുമാണ് എൻ്റെ എപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്നെ എത്തിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളും ശീലങ്ങളും ഒക്കെ ആട്ടോ. കാരണം വേറൊന്നുമല്ല, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു മിഡിൽ ക്ലാസ്സിൽ സാധാ ഒരു പെൺകുട്ടിയായിരുന്നു. ആൻഡ് ഈവൻ പഠിച്ചും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്തത്, അല്ല എങ്ങനെയാണ് എന്നെക്കൊണ്ടായത് എന്നുള്ളത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് ഇത് എല്ലാവർക്കും വർക്കാവും. ഞാൻ എന്തോ ആയെന്ന് വിചാരിച്ച് മോട്ടിവേഷൻ പറയാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൈൻഡിലൊന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റ്സ് നമ്മളുടെ വീഡിയോ കാണുന്ന കുറച്ച് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നൊരു തോന്നൽ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, ഞാൻ എൻ്റെ സമയത്തെ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആയിരുന്നു ഞാൻ എൻ്റെ സമയം ഇക്കഴിഞ്ഞ ജേണി, എൻ്റെ ഈ ഫുൾ ജേണിയിൽ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പം എനിക്കും നിങ്ങൾക്കും എൻ്റെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു കാര്യം സമയം മാത്രമാണ്. ഓക്കെ, അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ അന്ന് പാരലി ക്ലാസ്സസിൽ ഡാൻസ് ക്ലാസ്, കാരണം എനിക്ക് ഇഷ്ടമുള്ളത് ഡാൻസ് ക്ലാസ്സിൽ പോകാനാണ്. എനിക്കൊരു ഡാൻസർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലാസ്സസിൽ സമയം കണ്ടുപിടിച്ച്, ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ കഥകളി പഠിക്കാൻ, കഥകളിക്ക് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് പോലും കഥകളിക്ക് കൂട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ ക്ലാസ് മിസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ക്ലാസ്സിന് പോകും. അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടുപിടിച്ച്, ഈവൻ അവർ ഓടിക്കളിക്കുകയാണോ ഒരു ഒളിച്ചുംപാത്ത് കളിക്കാനൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ ആ സമയത്ത് ക്ലാസ്സിൽ പോകും. ആൻഡ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും, കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഈവൻ ഈ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, എസ്പെഷ്യലി ഡാൻസ് വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്ക് ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ഓഫ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെ എഴുന്നേൽക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഷൂട്ട് ചെയ്യും. ട്രൈപോഡിൽ വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യും. ആൻഡ് ഞാൻ ജോലിക്ക് പോകും. ആൻഡ് പോയി തിരിച്ച് വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ ടൈമിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ബോറടിക്കില്ല, ഫെഡപ്പ് ആവുകയില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ബുട്ടീക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു ഓൺലൈൻ ബുട്ടീക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ലൈക്ക് ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഫുൾ കാര്യം, അതിൽ A to Z കാര്യം, അതായത് ഓർഡർ പ്ലേസ് ചെയ്യുക, DM ചെയ്യുക, ആൻഡ് ഓൾസോ ഡിസൈൻ ചെയ്യുക, ആൻഡ് ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എടുക്കുക, അതുകൊണ്ട് ടൈലറിന് കൊടുക്കുക, ദെൻ ടൈലറിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഷിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബുട്ടീക്കിൻ്റെ ഒരു ഹോൾ പ്രോസസ്സ് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല വീഡിയോ എടുക്കലായാലും അതിൻ്റെ ക്യാമറമാൻ, ഇപ്പോൾ ക്യാമറമാനില്ലാത്തതുകൊണ്ട് ചില സമയത്ത് കാർത്തി ഉണ്ടാവും കേട്ടോ. കാർത്തി ഉള്ള ദിവസങ്ങളിൽ കാർത്തി വയ്ക്കും, അല്ലെങ്കിൽ ട്രൈപോഡ് വയ്ക്കും. ഇപ്പോൾ ക്യാമറമാനും ഇല്ല, എഡിറ്ററും ഇല്ല, എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയായാലും സമയം കണ്ടെത്തും. നമുക്ക് സമയമില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, പക്ഷേ ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ സമയം കണ്ടെത്തണില്ലേ?
ഇല്ലേ? നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്കി. ഈവൻ ഞാനും ആണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. അപ്പോൾ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇല്ല എന്ന് പറയണത് വെറുതെ. നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ആൻഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കാരണം ഒരു 10 മണി ഒരു രാവിലെ 10 മണി തൊട്ട് 10 മണി വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം അങ്ങനെയല്ല പറയണത്. അതിൻ്റെ ഏറ്റവും അതാ പറയണത്, മാക്സിമം യൂട്ടിലൈസേഷൻ പോലെയല്ല പറയണത്. ഒപ്റ്റിമം ആയിട്ട് അത് യൂസ് ചെയ്യുക. കറക്റ്റ് ആ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ പോലും ഫെഡപ്പ് ആവത്തില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു ഹാബിറ്റ്. എൻ്റെ സമയം ഞാൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ വേണം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും. സോ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ സ്കെഡ്യൂൾ ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടീസും ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ അത് ചെയ്യും, നെക്സ്റ്റ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും. അങ്ങനെ സ്കെഡ്യൂൾ ചെയ്തതിന് ഇറ്റ് വിൽ ബി ഈസി. ഞാൻ പറയുകയാണെങ്കിൽ ടു ഡു ലിസ്റ്റിന് പകരം നിങ്ങളൊരു മസ്റ്റ് ഡു ലിസ്റ്റ് ചെയ്യാം. ഇതെന്തായാലും ഇന്ന് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് ഭയങ്കര ആപ്ലിക്കബിൾ ആയിരുന്നു കേട്ടോ. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നതിൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ പറയണത്. നിങ്ങൾ പഠിക്കുന്ന ആളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, ഇനി വെറുതെ വീട്ടിലിരിക്കുന്ന ആളായിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാം. സോ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, സമയം പോലെ തന്നെ എൻ്റെ ഒരു ജേർണിയിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. കൺസിസ്റ്റൻസി ഒരു ഹാബിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയും ഹാബിറ്റും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഹാബിറ്റ് വൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് കേട്ടോ. അത് ഞാനൊരു 1 year ബാക്ക് വായിച്ചതാണ്. അതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു ബുക്കാണ്. കാരണം വേറൊന്നുമല്ല, അതിൽ പറയുന്നുണ്ട് ടൈനി ചേഞ്ചസ് ക്യാൻ മേക്ക് റിമാർക്കബിൾ റിസൾട്ട്സ് എന്നുള്ളത്. അത് എന്തൊരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കും, അത് അയാളൊരു ബിസിനസ് തുടങ്ങി, നമ്മളെ കൊണ്ട് നടക്കുമോ, ഞാൻ ആ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റെപ്പിൽ നിന്നായിരിക്കില്ലേ എല്ലാ വലിയ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ. മാസീവ് ആക്ഷൻ അല്ലെങ്കിൽ മാസീവ് റിസൾട്ടിന് മാസീവ് ആക്ഷൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം, ഒരു ഓട്ട മത്സരത്തിൻ്റെ ചാമ്പ്യൻഷിപ്പാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്താ, ഷൂ കെട്ടുക, ഓടി പ്രാക്ടീസ് ചെയ്യുക. അതാണ് അതിൽ ഏറ്റവും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന എഫേർട്ട്. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നാളെ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ആ പേഴ്സണായിട്ട് മാറും. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ കെട്ടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതാ പറയുന്നത്, ചെറിയ കാര്യങ്ങളായാലും പോലും അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഒരു മടിയും കൂടാതെ. അതല്ല, ഓഫ് കോഴ്സ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ്ഡ് ആവും, ബട്ട് സ്റ്റിൽ അത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ ജോലിയുടെ സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ലൈക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട്, കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്യാം, ഇങ്ങനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. സോ നിങ്ങൾക്കായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം മാത്രം ഫസ്റ്റ് ചെയ്യുക. ദെൻ നോക്കുക അതിൽ നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് കിട്ടിയോ, നമുക്ക് ആ എഫേർട്ട് കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉള്ളിൽ തോന്നിയോ. അൺലസ് നമ്മുടെ ഒരു സന്തോഷമാണ് എല്ലാത്തിനും മാറ്റർ ആവുന്നത്. നമുക്കത് ചെയ്തപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനൊന്നും പോകണില്ല. ഇപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യം കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് തോന്നൂലേ, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കാര്യം, എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എങ്ങനെയെങ്കിലും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പം അതുപോലെ നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മല പോലെ ഇരിക്കുന്ന സാധനം നമുക്ക് എലി പോലെ ആയിട്ട് തോന്നും എന്നുള്ളതാണ് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. സോ ഓഫ് കോഴ്സ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ലൈഫ് വിൽ ബി ഈസിയർ. ഇനി ഒരു ഹാബിറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ലൈക്ക് ലേണിംഗ് ന്യൂ തിങ്സ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജ് സമയത്ത് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കുക, അതിൻ്റെ മീനിങ്സ് എഴുതി വെക്കാം. ഡെയിലി ഇല്ലെങ്കിലും മിക്ക ദിവസങ്ങളും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ആ സമയത്ത് എനിക്ക് അത് വലിയ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലായിരുന്നു ഇംഗ്ലീഷ്. നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ MBAക്ക് ചേർന്നപ്പോൾ അവിടെ മൊത്തം തമിഴിയൻസ്. നമുക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, തമിഴാണെങ്കിൽ എനിക്ക് അറിയാനും പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വൊക്കാബുലറീസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയത് എനിക്ക് ഈ ഒരു ശീലം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മനസ്സിൽ അത് പതിയെ, മാത്രമല്ല അതിൻ്റെ ഒരു റിട്ടൻഷൻ ടൈമും കൂടുതലായിരിക്കും, അത് മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു ടൈം കൂടുതലായിരിക്കും, കൂടാതെ നോളജും ഇമ്പ്രൂവ് ആവുന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി നിങ്ങളും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിലും ഭാവിയിൽ അത് യൂസ്ഫുൾ ആയിട്ട് തോന്നാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുക. യെസ്, പ്രോക്രാസ്റ്റിനേറ്റിംഗ്. അതിൻ്റെ വലിയൊരു ഡീമെറിറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് എന്ന് നിർത്തിയോ അന്ന് മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, എനിക്ക് PG പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, അവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ക്വാളിറ്റി വേണം, നമ്മുടെ കയ്യിലുള്ളത് വെച്ചോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ് ശരിക്കും ചാനൽ തുടങ്ങാനായിട്ട് ഒരു 2 മിനിറ്റ് അല്ലേ ആവശ്യമുള്ളൂ, അല്ലേ? നമ്മുടെ 2 മിനിറ്റ് റൂൾ എന്ന് പറയും അതിന്. കാരണം നമ്മൾ കാണുന്നൊരു വലിയ പ്രോസസ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, എന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോസസ്സിനെ. യെസ്, ചാനൽ തുടങ്ങാൻ 2 മിനിറ്റ് മതി, അല്ലേ? അപ്പോൾ ആ 2 മിനിറ്റ് താഴെയുള്ള കാര്യത്തെയാണ് നമ്മളിങ്ങനെ വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ചാനൽ തുടങ്ങി, പിന്നെ പയ്യെ പയ്യെ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓക്കെ ചാനൽ തുടങ്ങി, ഇനി പയ്യെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനായിട്ട് എഫേർട്ട് ഇട്ട് നമ്മുടെ ഫസ്റ്റ് ആ ഓണത്തിൻ്റെ വീഡിയോ ചെയ്ത്, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് വെച്ച് ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യങ്ങൾ. നമ്മൾ ഫോണിൽ ചെയ്യണ പോലെ തന്നെ ക്യാമറയിൽ ചെയ്തു, ആൾക്കാരെ വിളിച്ച് ചെയ്യിച്ചു, കുറച്ചുകൂടെ എഫേർട്ട് കൂട്ടിയിടണമെന്നേ ഉള്ളൂ. പക്ഷേ അത് ഞാൻ ഇപ്പോഴും ചെയ്യാണ്ട് നാളത്തെ മാറ്റി വെച്ച് എൻ്റെ ആ ഒരു പേടി ഇങ്ങനെ വെച്ച് ഞാൻ മാറ്റി വെച്ച് പോയായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള ചാനലും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ്, നാളത്തേക്ക് വെക്കാതെ അത് ഇന്നത്തേക്ക് തന്നെ ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ ചെയ്യാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓക്കെ, ആ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പേരായിരിക്കും കണ്ടുപിടിക്കേണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചാനലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടാവുക. അത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പയ്യെ ചെയ്തു പോകും. സോ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് ദ തിങ്സ്, ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഹാബിറ്റാണ് ടേക്കിംഗ് പ്രോപ്പർ റെസ്റ്റ്. അതെ, നമ്മുടെ ലൈഫിലും നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം തന്നെ റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് എടുക്കുക എല്ലാത്തിൽ നിന്നും. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം എൻ്റെ വർക്കായിട്ട് ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡെയിലി സ്റ്റുഡിയോ പോകുന്നു, ഞാൻ ഡാൻസ് കളിക്കുന്നു, ഞാൻ വീഡിയോസ് എടുക്കുന്നു. പക്ഷേ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും, നമ്മൾ മടുക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റ് എടുക്കണം. ഓക്കെ, റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണ് സത്യം പറയുന്നത് നമുക്ക് അതിനോട് ഒരു എന്താ പറയുക സ്ട്രെസ് ആവൽ ഫീൽ ചെയ്യുക. ഞാൻ പണ്ട് വിചാരിച്ച എങ്ങനെയാണെന്നറിയോ, ഓക്കെ ഫുൾ ടൈം വർക്ക് ചെയ്താലാണ് പ്രൊഡക്ടിവിറ്റി ആവുക, ഫുൾ ടൈം വർക്ക് ചെയ്യണം, റെസ്റ്റ് എടുക്കൂലേ. ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം മര്യാദക്ക് ഞാൻ പ്രൊഡക്റ്റീവ് ആക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സങ്കടപ്പെടും. പക്ഷേ എൻ്റെ ആ ഒരു പ്രൊഡക്റ്റീവ് ടൈമിൽ അല്ലെങ്കിൽ എൻ്റെ ആ ക്വാളിറ്റി ടൈമിൽ ഞാനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ദെൻ ഇപ്പോൾ ഈ സമയം റെസ്റ്റ് എടുക്കേണ്ടതാണ്. റെസ്റ്റ് എടുത്താൽ മാത്രമേ നമ്മൾ റീസെറ്റ് ആവുകയുള്ളൂ എന്നുള്ളൊരു സത്യം ഞാൻ വളരെ ചുരുങ്ങിയ സമയത്താട്ടോ മനസ്സിലാക്കിയത്. പണ്ടൊക്കെ ഒരു ഇൻ്റർമീഡിയറ്റ് ബ്രേക്ക് മാത്രമേ എടുക്കുള്ളൂ, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അങ്ങനെ ബ്രേക്ക് ഓക്കെ, എൻ്റെ ഈ വർക്കിന് ബ്രേക്ക് എടുക്കാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പറ്റുമല്ലോ. ബട്ട് ടേക്കിംഗ് പ്രോപ്പർ ബ്രേക്ക്, അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് ഒരു ബ്രേക്ക് ഞാൻ എന്തായാലും എടുത്തിരിക്കും. കാരണം നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് റീസെറ്റ് ആവാൻ ബ്രേക്സ് അനിവാര്യമാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സമയം ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തു, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു, പുതിയ കാര്യങ്ങൾ ചെയ്തു, പ്രോക്രാസ്റ്റിനേറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തത് ആക്ച്വലി വേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
റെസ്റ്റ് ഈസ് നോട്ട് എ റിവാർഡ്, ആക്ച്വലി ഇറ്റ്സ് എ റിക്വയർമെൻറ്റ്. നമുക്ക് എല്ലാവർക്കും പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ അതും കൂടെ എടുത്താൽ മാത്രമാണ് ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു പ്രോപ്പർ റെസ്റ്റ് എടുക്കുന്നതും ഒരു ഹാബിറ്റ് ആക്കണം. ആ ഹാബിറ്റിലൂടെ നമുക്കൊന്ന് റീസെറ്റ് ആവാനും റിഫ്രഷ് ആവാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു 5 ഹാബിറ്റുകൾ എനിക്ക് നല്ലോണം വർക്കായി. ഇപ്പോൾ ഇത് ഒരു ഹാബിറ്റിന് മാത്രമല്ല, ഒരു 5 ഫാക്ടേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എനിക്കത് വർക്കായ ഒരു കാര്യമാണ്. നാളെ മുതൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാകും എന്നൊന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടെ ലൈഫിന് റിലേറ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും വർക്കാവും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. സോ ഇപ്പം നേരത്തെ പറഞ്ഞ കമൻറ്റ് വായിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും അങ്ങനത്തെ സ്ത്രീകളാണെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും എന്നെ കൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ആണോ? രാമൂട്ടൻ പറയുന്നത് കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ഓൺ ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടെ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.